ക്രിസ്ത്യാനികൾ ഈസാ നബിയെ പുകഴ്ത്തുന്നത് പോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത് എന്ന് റസൂലുള്ള പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് മൗലിദ് ചൊല്ലരുത് എന്നാണ്. എല്ലാത്തിനും ഹദീസാണ്. വളച്ചൊട്ടിച്ചങ്ങട് വെടക്കാക്കി തനിക്കാക്കാന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അതിന് അള്ളാന്റെ ഖുർആനും ഹദീസും വെച്ച് കളിക്കണ്ട കേട്ടോ. അള്ളാന്റെ മുമ്പിലേക്ക് ചെല്ലേണ്ടതാ നമ്മളൊക്കെ. ക്രിസ്ത്യാനികൾ ചെയ്യും, റസൂലുള്ളാഹി പറഞ്ഞൂടെ എന്റെ മദ്ഹ് നിങ്ങൾ ചൊല്ലരുത്. അങ്ങനെ പറയാതെ ക്രിസ്ത്യാനികൾ പുകഴ്ത്തിയതുപോലെ എന്നെ പുകഴ്ത്തരുത് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നിങ്ങൾ എന്റെ മദ്ഹ് ചൊല്ലണം. പക്ഷെ ഒരു എക്സ്ക്യൂസ് ഉണ്ട്, ക്രിസ്ത്യാനികൾ പറഞ്ഞ പോലെ പറയരുത്. എന്താ ക്രിസ്ത്യാനികൾ പറഞ്ഞത്? യേശു ദൈവമാണ്, ദൈവപുത്രനാണ് എന്നാണ്. നമ്മൾ പറയുന്നതോ മുഹമ്മദുർ റസൂലുള്ളാഹ്, അവിടെ അല്ലാഹുവിന്റെ റസൂലാണ്, അഷ്റഫുൽ ഖൽഖാണ്, സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹ്. ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന 2846 ഹദീസ്. മദീന പള്ളിയിൽ 2 മിമ്പർ ഉണ്ടായ സംഭവം നമുക്കൊക്കെ അറിയാം അല്ലേ? ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട സ്വഹാബിയാണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യളഉ ലി ഹസ്സാന മിമ്പറൻ ഫിൽ മസ്ജിദി. മദീന പള്ളിയിൽ എക്സ്ട്രാ ഒരു മിമ്പർ ഉണ്ടാക്കി നബിതങ്ങൾ. എക്സ്ട്രാ മിമ്പർ. നബിതങ്ങളുടെ പള്ളിയിൽ അന്ന് 2 മിമ്പർ ഉണ്ടായിരുന്നു. എന്തിനാ ഒന്ന് യുഫാഖിറു അൻ റസൂലില്ലാ, റസൂലുള്ളാഹിന്റെ മൗലിദ് പാടാൻ, റസൂലുള്ളാഹിനെ പുകഴ്ത്തി പാടാൻ. മദീന പള്ളിയിൽ സ്റ്റേജ് കെട്ടിക്കൊടുത്ത മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് ചൊല്ലരുതെന്ന് പറയാൻ നിങ്ങൾ ആരാണ് സഹോദരങ്ങളെ? നിങ്ങൾക്ക് എന്താണ് മുത്തുനബിയുമായി ബന്ധം? ആ മുത്തുനബി മദീന പള്ളിയിൽ സ്റ്റേജ് കെട്ടിയിട്ടുണ്ട്. മാത്രമല്ല ദുആ ചെയ്തു കൊടുക്കാണ്. ആ മൗലിദ് ഓതിക്കൊണ്ടിരിക്കുന്ന ഹസ്സാനെ കണ്ടപ്പോ ഇന്നല്ലാഹ യുഅയ്യിദു ഹസ്സാന ബിർറൂഹിൽ ഖുദ്സ് മാ യുഫാഖിറു അൻ റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ മൗലിദ് ഓതുന്ന കാലം അത്രയും ഹസ്സാന് ജിബ്രീലിന്റെ സഹായം നൽകണേ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി എന്താണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് പാടിയത്? അതുകൂടെ നമുക്കറിയണ്ടേ. വല്ലാത്തൊരു ഒരു മനോഹരമായ മുത്തുനബിയുടെ ശരീരത്തെ, ആ ശാരീരിക ഭംഗിയെപ്പോലും വർണ്ണിച്ചുകൊണ്ട് പാടാൻ. വഅഹ്സനു മിൻക ലം തറഖതു ഐനി, അങ്ങയെപ്പോലെ ഉത്തമനായ ഒരു മനുഷ്യനെ ഒരു കണ്ണും കണ്ടിട്ടില്ല നബിയേ. വഅജ്മലു മിൻക ലം തലിദിൻ നിസാഉ, അങ്ങയെപ്പോലെ മൊഞ്ചനായ ഒരു മനുഷ്യനെ ഒരു പെണ്ണും പ്രസവിച്ചിട്ടില്ല നബിയേ. ഏത്? ഹസ്സാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഇരുന്ന് പാടാൻ. എന്നിട്ടോ ഖുലിഖ്ത മുബറഅൻ മിൻ കുല്ലി ഐബി, അങ്ങ് പടയ്ക്കപ്പെട്ടത് ഒരു ന്യൂനതയുമില്ലാതെയാണ് നബിയേ. പിന്നെ പറഞ്ഞതോ കഅന്നക ഖദ് ഖുലിഖ്ത കമാ തശാഉ. ഇന്നാണ് ഹസ്സാൻ ഉണ്ടായിരുന്നെങ്കിൽ ഇവ പാടിക്കഴിഞ്ഞാൽ ഹസ്സാനും മുശ്രിക്കാന്ന് നമ്മൾ പറഞ്ഞേനെ. കാരണം എന്താ? ആ വരിയിലുണ്ട് കഅന്നക ഖദ് ഖുലിഖ്ത കമാ തശാഉ, അങ്ങയെ കണ്ടാൽ സത്യം പറയട്ടെ നബിയെ, അങ്ങ് എങ്ങനെയാണോ ആഗ്രഹിച്ചത് അതുപോലെ അള്ളാഹ് അങ്ങയെ പടച്ചതാണെന്ന് തോന്നും. ഇപ്പൊ നമ്മുടെ ഈ മൂക്ക് കീപ്പട്ടായത് നമ്മൾ ആഗ്രഹിച്ചിട്ടാണോ? അല്ല, അള്ളാഹ് അങ്ങനെയാണ് നമ്മളെ പടച്ചത്. പക്ഷെ നബിതങ്ങളെ അങ്ങയുടെ സൗന്ദര്യം കണ്ടാല്, അങ്ങയുടെ ഈ രൂപം കണ്ടാല് എനിക്ക് മനസ്സിലാകുന്ന ഒരു സംഗതി, അങ്ങ് ആഗ്രഹിച്ചതുപോലെ അങ്ങയെ അള്ളാഹ് പടച്ചതാണെന്ന് തോന്നിപ്പോകും. ഉടനെ ദുആയാണ് അല്ലാഹുമ്മ അയ്യിദിൽ ഹസ്സാന ബിറൂഹിൽ ഖുദ്സ്. പടച്ചോനെ, ഈ മൗലിദ് ഓതുന്ന കാലം അത്രയും ഹസ്സാന് ജിബ്രീലിന്റെ സഹായം കൊടുക്കണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്